കോട്ടയം മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർതൃപിതാവ് ജോസഫിന്റെ ശബ്ദ പരിശോധന ഇന്ന് നടത്തും. തിരുവനന്തപുരത്തെ ലാബിലാണ് പരിശോധന. ജിസ്മോളെ ആത്മഹത്യയിലേക്ക് നയിച്ചതിൽ ജോസഫിന് നിർണായക പങ്കുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ജോസഫിന്റെ ശബ്ദ സന്ദേശവും പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ശബ്ദം പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത്. ജോസഫിന്റെയും ജിമ്മിയുടെയും ജാമ്യാപേക്ഷ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിലെ നിയമ നടപടികൾ, അതിന്റെ ആ ഒരു പ്രോസസ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആര്യ, ഈ ജിസ്മോളുടെ കുടുംബത്തിന് പോലും ജിസ്മോളുടെ ഭർതൃപിതാവിനെതിരെ കാര്യമായ പരാതി ഉണ്ടായിരുന്നില്ല. ജിസ്മോളുടെ ഭർതൃമാതാവ്, മൂത്ത സഹോദരി, ഇവർക്കെതിരെ മാത്രമാണ് അവർ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പോലീസ് നടത്തിയ നിർണായകമായ പരിശോധനകൾ, ഫോൺ പരിശോധനയിലാണ് ജിസ്മോൾക്കെതിരെ ഈ ജോസഫ് അടക്കം നടത്തിയിട്ടുള്ള അധിക്ഷേപങ്ങളും ഈ ആത്മഹത്യക്ക് കാരണമാകുന്ന പലതരത്തിലുള്ള സംഭാഷണങ്ങളും പുറത്തു ലഭിച്ചത്. അവർ ഫോൺ പരിശോധനയിൽ ലഭിച്ചു. ഇത് ലഭിച്ചതോടുകൂടിയാണ് ഇതിൽ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കോടതിയിൽ ഈ കേസ് നിലനിൽക്കണമെങ്കിൽ ഈ ശബ്ദ പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രതിയുടെ തന്നെ ശബ്ദമാണ് ഇത് എന്ന് സർട്ടിഫൈ ചെയ്യേണ്ട, അത് സ്ഥിരീകരിച്ചുകൊണ്ട് അംഗീകരിക്കേണ്ട സാഹചര്യമുണ്ട്. അതിനാണ് ജോസഫിനെ ഇന്ന് തിരുവനന്തപുരത്തെ ലാബിലേക്ക് കൊണ്ടുപോവുക. ജോസഫിനെ മാത്രമാണ് കൊണ്ടുപോവുക. ജോസഫിൻ്റെതാണ് ശബ്ദ പരിശോധന ഈ സംഭവത്തിൽ നിർണായകമായിട്ടുള്ളത്. ജിമ്മിയുടെയും ഫോൺ സാമ്പിളുകളിൽ നിന്ന് മറ്റ് തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അത് മറ്റ് ശാസ്ത്രീയ പരിശോധന, ഫോണിന്റെ പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങൾ മതിയാകുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ കേസ് കൂടുതൽ ശക്തമാകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കോടതി കഴിഞ്ഞ ദിവസം ഇരുവരുടെയും ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇരുവർക്കും ആശ്വാസമായിട്ടുള്ളത് ഒന്ന്, ഇന്നലെ ഈ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടത് ഒരു പരിധിവരെ. കാരണം ജിസ്മോളെ കൊലപ്പെടുത്തി പുഴയിൽ തള്ളിയതാണ് എന്ന് കുടുംബം വിശ്വസിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണം നടക്കണമെന്ന് ജിസ്മോളുടെ കുടുംബം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ജിസ്മോളും മക്കളും ചേർന്നുകൊണ്ടാണ് ഇളയ കുട്ടിയെ ഈ സ്കൂട്ടറിന്റെ പ്ലാറ്റ്ഫോമിൽ ഇരുത്തി എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. മൂത്ത കുട്ടിയെ ദൃശ്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തമാണ്. മറ്റ് പല ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പുഴ തീരത്തെത്തി ആത്മഹത്യ ചെയ്തത് തന്നെയാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു കണ്ടെത്തൽ ഉള്ളത്. എന്തായാലും ഈ കേസിൽ അന്വേഷണം തുടരുകയാണ്. ഈ ഭർതൃമാതാവിനെതിരെയൊക്കെ പരാതികളുണ്ട്. പക്ഷേ അവർക്കെതിരെ ഒരു ശക്തമായ തെളിവിലേക്കൊന്നും എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് അത്തരത്തിൽ നിർത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ തെളിവ് ലഭിച്ചാൽ അവരും പ്രതിപ്പട്ടികയിൽ എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും അന്വേഷണം അതിന്റെ പ്രധാനപ്പെട്ട നിർണായകമായ ഘട്ടത്തിലാണുള്ളത്. ആര്യ, ശരി. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.